നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പിന്റെ അറ്റം ഭാഗം കണ്ടുപിടിക്കുന്ന കാര്യം. പലപ്പോഴും മിനിറ്റുകൾ എടുക്കുന്ന ഒരു പ്രൊസീജിയർ തന്നെയായിട്ട് മാറാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ടേപ്പിന്റെ അറ്റഭാഗം എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ദിസ് ഈസ് എ സ്വന്തം ചാനൽ എക്സ്ട്രീം മലയാളി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നിർമ്മിക്കാനായിട്ട് പോകുന്നത് ഇതുപോലെ ടേപ്പിന് ഒരു ടേപ്പ് ഡിസ്പെൻസർ ആണ് കേട്ടോ. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. സോ without further ado, let's get started. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യത്തെ ഇതുപോലൊരു കാർഡ്ബോർഡ് ഷീറ്റാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് സെലക്ട് ചെയ്യുമ്പോഴേ ഇതിനകത്ത് ചുളിവുകളും അതുപോലെ തന്നെ മടവുകളും ഒന്നും തന്നെ വരാനായിട്ട് പാടില്ല. ഇതുപോലൊരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് കാർഡ്ബോർഡിൻ്റെ കോർണറിലായിട്ട് വെച്ചിട്ട് ആ ഒരു സെല്ലോ ടേപ്പിനകത്ത് വൃത്തമില്ല അത് പെൻസിലോ പേനയോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതുപോലൊരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് സർക്കിളിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് വെച്ചുകൊണ്ട് നമ്മുടെ കാർഡ്ബോർഡ് ഷീറ്റിൻ്റെ താഴ്ഭാഗം ഇല്ല അതിന് പാരലായിട്ട്, അതായത് വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. സർക്കിളിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ ഇപ്പോൾ വരച്ച വരയില്ലയോ അവിടേക്ക് 6 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു വരയിലൂടെ ഏകദേശം റാ ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കണം. നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ശേഷം ഇതുപോലൊരു സ്ലോപ്പും കൂടി നമുക്ക് വരച്ചു കൊടുക്കാം. ഈ ഒരു ഡിസ്പെൻസറിൻ്റെ ബാക്ക് സൈഡാണ് നമുക്കിനി മാർക്ക് ചെയ്യാനുള്ളത്. അതിനായിട്ട് സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്കെയിൽ ഉപയോഗിച്ച് നമ്മുടെ ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും ഏകദേശം ഈ ഒരു ആംഗിളിൽ നമുക്ക് കുഞ്ഞൊരു വര മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രത്തോളം വരച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കെച്ചിങ് പ്ലാൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതുപോലെ നല്ല മൂർച്ചയുള്ള ഒരു നൈഫ് യൂസ് ചെയ്തിട്ടെ ഇപ്പോൾ ഈ വരച്ച വരകളില്ലയോ അതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങളിത് കട്ട് ചെയ്യുമ്പോഴേ മുതിർന്നവരുടെ സഹായം കൂടി ഒന്ന് തേടിയേക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ 2 പീസുകളാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കട്ട് ചെയ്ത ഈ 2 പീസിൽ അതിനെ ചേർത്ത് ഒട്ടിക്കാനായിട്ട് ഒരു ബേസാണ് നമുക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ ഏത് തരത്തിലുള്ള സെല്ലോ ടേപ്പാണോ ഈ ഒരു ഡിസ്പെൻസറിലോട്ട് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കാർഡ്ബോർഡിൻ്റെ 2 വശത്തേക്കും അല്പം ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ കാർഡ്ബോർഡിൻ്റെ അറ്റത്തായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. മുമ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ആ സംഗതി എടുത്തിട്ടെ അതിന് നീളം കൂടി അങ്ങ് മാർക്ക് ചെയ്തെടുത്തേക്കണം. ഇപ്പം നമുക്ക് നീളവും വീതിയുമായി. ഇനി നമുക്കിതിനൊരു ചതുര കഷ്ണമായിട്ട് നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ടേപ്പ് ഡിസ്പെൻസറിൻ്റെ മുൻഭാഗം കവർ ചെയ്യാനായിട്ട് ഒരു ചതുര കഷ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിനായിട്ട് നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സംഗതി എടുത്ത് വെച്ചിട്ടെ അതിൻ്റെ മുൻഭാഗത്തെ ഹൈറ്റ് എത്രയാണെന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ മുമ്പ് കട്ട് വെച്ചിരുന്ന ആ ബേസിൻ്റെ വീതിയില്ലോ അതും കൂടി മാർക്ക് ചെയ്തെടുക്കുക. ശേഷം അതും ഒരു ചതുര കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേപ്പ് ഡിസ്പെൻസറിന് ആവശ്യമുള്ള എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കൺഫ്യൂസ് ആവണ്ട, നമ്മളിത് ഒട്ടിക്കുന്ന സമയത്തില്ലേ എല്ലാം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം. അടുത്തതായിട്ട് നമ്മുടെ ഈ സെല്ലോ ടേപ്പ് ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു ഹോൾഡറാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് നമ്മുടെ ഈ സെല്ലോ ടേപ്പ് കാർഡ്ബോർഡിനകത്തോട്ട് വെച്ചിട്ട് വൃത്തങ്ങൾ വരച്ചെടുക്കണം. ശേഷം നൈഫ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് കറക്റ്റ് വൃത്തത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എത്രത്തോളം വൃത്തങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത് ആ ഒരു കാർഡ്ബോർഡിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും. ഏതായാലും ആ ഒരു സെല്ലോ ടേപ്പിന് അകത്ത് ഉൾക്കൊള്ളുന്ന എണ്ണം മാത്രം മതി കേട്ടോ. നമ്മുടെ സർക്കിൾസ് എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല സെൻറ്ററിലായിട്ട് ഒരു കുഞ്ഞ് ഹോളും ഇട്ടിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ഇതുപോലെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്കോ, ഇപ്പം ഞാൻ ബാംബൂ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് കാരണം അത് ഇത്തിരി കൂടെ സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബാംബൂ സ്റ്റിക്ക് ഈ ഒരു ഹോളിലൂടെ അകത്തോട്ട് കയറ്റിയിട്ട് ഈ ഒരു സെല്ലോ ടേപ്പിന് അകത്തോട്ട് നമുക്ക് കയറ്റി വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതുപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്റ്റിക്കിൻ്റെ 2 എൻഡ് ഭാഗം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുവരെ മാർക്ക് ചെയ്ത് കട്ട് വെച്ചിരുന്ന എല്ലാ പീസുകളും ഇല്ലേ അത് തമ്മിൽ ഒട്ടിക്കാനായിട്ട് പോകട്ടോ. അപ്പം ഇത് എങ്ങനെയാണ് ഒട്ടിക്കുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ വ്യക്തമായിട്ട് വീഡിയോയിൽ കണ്ടിട്ട് വാ.
ഒരു ഡിസ്പെൻസറിനെ മുൻവശത്ത് വെക്കാനായിട്ട് ഇതുപോലൊരു പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു പീസിനെ കംപ്ലീറ്റ് ആയിട്ട് സെല്ലോ ടേപ്പ് കൊണ്ട് കവർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്ലൂ ചെയ്ത് വെക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതുപോലൊരു ഫ്രഷ് ആയിട്ടുള്ള ബ്ലേഡാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു ബ്ലേഡ് നമ്മുടെ ഡിസ്പെൻസറിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഈ ഒരു ബ്ലേഡ് നമുക്ക് രണ്ടായിട്ട് ഒടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബ്ലേഡ് ഒടിക്കുമ്പോഴേ മുതിർന്നവരുടെ സഹായം തേടാൻ മറക്കരുത്, കാരണം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ബ്ലേഡ് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച ശേഷം ഈ ഒരു ബ്ലേഡിന് ഇത്തിരി കൂടെ പ്രൊട്ടക്ഷനായിട്ട് ഒരു കാർഡ്ബോർഡ് പീസും കൂടി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ടേപ്പ് ഡിസ്പെൻസറിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണെങ്കിൽ നമ്മൾ മുമ്പ് മാറ്റി വെച്ചിരുന്ന ആ ഒരു ടേപ്പിൻ്റെ ഹോൾഡറില്ലയോ, ആ ഹോൾഡർ എടുത്തിട്ട് ഈ 2 ഹോളില്ലയോ അതുവഴി നമുക്ക് നൈസായിട്ട് ഈ ഒരു ടേപ്പ് ഡിസ്പെൻസറിനകത്തോട്ട് ഇറക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊരു ടേപ്പ് ഡിസ്പെൻസർ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണെങ്കിൽ ഇതിൻ്റെ ടേപ്പ് എടുത്തിട്ട് നൈസായിട്ട് സൈഡിലോട്ട് എടുത്ത് നമുക്ക് ഒട്ടിച്ച് വെക്കാം. ഓക്കെ, ഇനി 2 സൈഡിലോട്ടും തെള്ളി നിൽക്കുന്ന ആ ബാംബൂ സ്റ്റിക്ക് നമുക്ക് കട്ടിംഗ് പ്ലെയറോ അല്ലെങ്കിൽ സ്ട്രിപ്പറോ അതുപോലെ എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ടേപ്പ് ഡിസ്പെൻസർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്ത് എന്തെങ്കിലും ഡെക്കറേഷനോ അത്തരത്തിൽ എന്തെങ്കിലും മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് നിങ്ങളത് ചെയ്ത് അടിപൊളിയായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേപ്പ് ഡിസ്പെൻസർ മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത കാർഡ്ബോർഡ് ഇല്ലയോ, അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും ഈ ഒരു ടേപ്പ് ഡിസ്പെൻസറിൻ്റെ ക്വാളിറ്റിയും. അപ്പോൾ നിങ്ങൾ നല്ലത് ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുണ്ടാക്കിയ ഈ ഒരു ടേപ്പ് ഡിസ്പെൻസറെ പലരുടെയും ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഈ ഒരു സെല്ലോ ടേപ്പിന്റെ അറ്റം തപ്പി നടക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ. ഇനി ഇതുപോലൊരു ടേപ്പ് ഡിസ്പെൻസർ ഉണ്ടാക്കിയിട്ട് അറ്റൊക്കെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഉപകാരപ്രദവും ആയിട്ടുണ്ടായിരിക്കും ഇല്ലയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇല്ലേ, അത് ഷൂട്ട് ചെയ്യാൻ സഹായിച്ച അർഷിയ, അതുപോലെ AK അഹമ്മദ്, AK മുഹമ്മദ്, അവരുള്ള സ്പെഷ്യൽ താങ്ക്സും ഈ ഒരു സമയത്ത് അറിയിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും മറക്കണ്ട. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ക്യാമറ റോളിംഗ് ആക്ഷൻ.